പുന്നമടയുടെ ഓളപ്പരപ്പിൽ മറ്റൊരു ജലമാമാങ്കത്തിന് തിരശ്ശീല വീഴുമ്പോൾ ഇക്കുറി പള്ളാത്തുരുത്തിയുടെ കാരിച്ചാൽ ജലരാജാവിന്റെ കിരീടമണിഞ്ഞു. 70 സീസണുകൾക്കിപ്പുറവും ആവേശമൊട്ടും ചോരാതെ വള്ളപ്രേമികൾക്കുള്ള വിരുന്നൊരുക്കുകയാണ് കുട്ടനാടിന്റെ മണ്ണിലെ ജലോത്സവം കാരിച്ചാൽ ചുണ്ടൻ. 952 പുന്നമടയുടെ ഓളപ്പരപ്പിൽ ആരംഭിച്ച ജലോത്സവത്തിന്റെ ആവേശത്തിന് 70 സീസണുകൾക്ക് ഇപ്പുറവും കുറവൊട്ടും സംഭവിച്ചിട്ടില്ല. ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന കഠിന പരിശീലനങ്ങൾക്ക് ശേഷം പുന്നമടയുടെ കായലാഴങ്ങളിലേക്ക് തുഴയെറിഞ്ഞ് മുന്നേറുമ്പോൾ വള്ളത്തിനുള്ളിലെ താളവും ഈരടികളും തീരത്തെ ആരാധകരുടെ ആർപ്പുവിളികളും പങ്കായമേന്തുന്ന തുഴക്കാരുടെ കരങ്ങൾക്ക് ഇന്ധനമായി മാറുന്നു. നെഹ്റുവിലൂടെ തുടക്കം കുറിച്ച ആവേശത്തിന് കുപ്പിയിലെ പഴയ വീഞ്ഞു പോലെ വീര്യം ഇന്നും ഏറുകയാണ്. അതിന് തെളിവ് നിരത്തുകയാണ് രാവിലെ മുതൽ പുന്നമടയുടെ കായലോരങ്ങളിൽ തടിച്ചുകൂടിയ ജനസഞ്ചയം. ആടിയും പാടിയും ആർപ്പ് വിളിച്ചും അവർ കരുനാഗങ്ങളെപ്പോലെ പായുന്ന വള്ളങ്ങൾക്ക് വേഗം നിറയ്ക്കുന്നു. നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട കാരിച്ചാൽ നമുക്കറിയാം. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് 1988 വെള്ളംകുളങ്ങരയ്ക്ക്, 98 ചമ്പക്കുളത്തിന്, 2018 പായിപ്പാടന്, 2019 നടുഭാഗത്തിന്, 2023 വീയപുരത്തിന്. 70ാം സീസണിൽ പള്ളാത്തുരുത്തിയുടെ കാരിച്ചാൽ ജലരാജാക്കന്മാരുടെ കിരീടമണിയുമ്പോൾ കാരിച്ചാലിന്റെ മധുര പ്രതികാരം കൂടിയായി മാറുകയാണ് ഈ വിജയം. ഹീറ്റ്സ് ഘട്ടത്തിൽ തന്നെ വരവറിയിച്ചായിരുന്നു ജലരാജാക്കന്മാരുടെ ഇത്തവണത്തെ വരവ്. 4.14 എന്ന റെക്കോർഡ് സമയത്തിലായിരുന്നു കാരിച്ചാലിന്റെ പ്രാഥമിക റൗണ്ടിലെ വിജയം. കടന്നുപോകുന്ന മനോഹരമായ ദൃശ്യം. ആരാണ് ജയിച്ചത് എന്ന്, ആരാണ് കടന്നുപോയത് എന്ന് ജഡ്ജസാണ്. ഈ വിജയത്തിന്റെ ആവേശം അവർ ഫൈനൽ മത്സരത്തിലും തുടർന്നു. 16ാമത് വിജയത്തിലേക്ക് കാരിച്ചാലും 5ാം വിജയത്തിലേക്ക് പള്ളാത്തുരുത്തിയും തുഴയെറിയുമ്പോൾ ഓളപ്പരപ്പിന് പോലും അക്ഷരാർത്ഥത്തിൽ തീപിടിക്കുകയായിരുന്നു. ഇനി അടുത്ത ജലമേളയ്ക്കായുള്ള കാത്തിരിപ്പാണ്. വീണവർക്ക് വാഴാനുള്ള കാത്തിരിപ്പിന്റെ നാളുകളും വാണവർക്ക് കിരീടം കാക്കാനുള്ള കരുതലിന്റെ പോരാട്ടത്തിനായുള്ള തയ്യാറെടുപ്പിനുള്ള നാളുകളും. അമൃത ന്യൂസ്, ആലപ്പുഴ.